എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് ഫസ്റ്റ് ചാപ്റ്റർ, പിന്നെ തേർഡ് ചാപ്റ്റർ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണികൾ, പിന്നെ സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്ന ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും, ഇപ്പോഴേ പറയാം. കാരണം ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കണ ഒരു പോർഷനാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സും. ഈ രണ്ട് ചാപ്റ്ററിലും കൂടിയിട്ട് ടോട്ടൽ ഒരു 16 to 17 മാർക്സിൻ്റെ എന്തായാലും ചോദിക്കും, രണ്ട് ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ കൂടിയിട്ട്. അപ്പോൾ നല്ലൊരു മാർക്കാണ്. ഇപ്പോൾ 16-17 മാർക്ക് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. ഇനി ബുക്കും പേനയൊന്നും എടുക്കാത്തവർ പോസ് ചെയ്തിട്ട് പോയിട്ട് എടുത്തിട്ട് വാ. ആരും ഇതിങ്ങനെ കണ്ട് പഠിക്കരുത്, ഒപ്പം ചെയ്ത് പഠിക്കുക. നമ്മൾ ഓരോ പ്രോബ്ലം ഒരുമിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരും. ടീച്ചർ മനസ്സിലായി കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുകൂടെ അതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും ഈ 16 മാർക്ക് ഉറപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടണം. മനസ്സിലായല്ലോ? ഇനി ഇത് കാണുന്നേക്കാളും മുന്നേ ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം പോയിട്ട് കോൺസെപ്റ്റിൻ്റെ വീഡിയോസ് പോയി കാണാം. കോൺസെപ്റ്റിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് പോയി കണ്ടതിന് ശേഷം കോൺസെപ്റ്റൊക്കെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രോബ്ലംസൊക്കെ ഇരുന്ന് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് പഠിച്ച് തുടങ്ങിയാലോ? വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇത്ര മാർക്കുണ്ട്. ഈ രണ്ട് ചാപ്റ്റർ ഒരുമിച്ച് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. കഴിഞ്ഞ വർഷമൊക്കെ ഇത് മൊത്തം ഒരു ചാപ്റ്റർ ആയിരുന്നു എന്ന് തോന്നണം. ഇത് രണ്ടെണ്ണമായിട്ടല്ലായിരുന്നു. ഇപ്പോഴാണ് അത് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് നോക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു വീഡിയോയും കൂടിയാണ് ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൺലി ചെയ്യാൻ പോണത്. അത് കൺസ്ട്രക്ഷൻ മാത്രമായിട്ടുള്ള വീഡിയോ. അതായത് ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 10-12 മാർക്ക് കൺസ്ട്രക്ഷന് മാത്രമായിട്ട് ചോദിക്കും തോന്നണം. 11-12 മാർക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റിൻ്റെയും നമ്മൾ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് പഠിച്ച് എടുക്കുക. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഇനി ബാക്കി വേറെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഇതോടുകൂടി ഇതും കഴിഞ്ഞ് അടുത്ത ഒരു കൺസ്ട്രക്ഷൻ്റെ വീഡിയോയോടുകൂടി ഈ ഒരു സീരീസ് ഇവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അധികം വ്യൂസൊന്നുമില്ല. ഞാനിരുന്ന് കഷ്ടപ്പെട്ട് ഇടണതിൻ്റെ ഒരു ഇതും എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ, വളരെ ലെങ്തി ആവുകയാണെങ്കിൽ അത് ഞാൻ 2 പാർട്ടായിട്ട് ഇടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 25ഉം 12ാം പദം 30ഉം ആണ്. ഈ ശ്രേണിയിലെ 16ാം പദം എത്രയാണ്? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 8ാമത്തെ പദവും തന്നിട്ടുണ്ട്, 12ാമത്തെ പദവും തന്നിട്ടുണ്ട്. 16ാമത്തെ പദമാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8ാം പദവും 16ാം പദവും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 അല്ലേ? 24ൻ്റെ പകുതി എടുത്ത് എന്ത് കിട്ടും? 12. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നോ? ഒരു പദത്തിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കണം, ഈ 12ാം പദത്തിൽ നിന്ന് 4 സ്ഥാനം നീങ്ങിയിട്ടുള്ള പദമാണ് ഏത്? 16ാം പദം. 4 സ്ഥാനം ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുള്ള പദമാണ് ഏത്? 8ാം പദം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു പദത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള 2 പദങ്ങളാണ് 8ാം പദവും 16ാം പദവും. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ആ കോൺസെപ്റ്റ് എന്താണ്? ഒരു പദത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും ആ പദം. ഏത് പദത്തിൽ നിന്നാണോ തുല്യ അകലത്തിലുള്ളത് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ 2 പദങ്ങളുടെ തുക. കൺഫ്യൂഷനായ
ഒന്നുകൂടെ പറയാം. ഒരു പദത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള, അതായത് രണ്ട് വശത്തേക്കും തുല്യ അകലത്തിലുള്ള രണ്ട് പദങ്ങൾ, അവയുടെ തുകയുടെ പകുതിയായിരിക്കും ആ ഒരു പദം. ഏത് പദത്തിൽ നിന്നാണോ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുത്തത് ആ ഒരു ടേം എന്തായിരിക്കും? ഈ രണ്ട് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിന് ഇത്രയധികം സമയമൊന്നും എടുക്കരുത്. ഈ കോൺസെപ്റ്റൊക്കെ നിങ്ങൾ നല്ല പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നോക്കുക, 8, 12. അപ്പോൾ ആദ്യം തന്നെ ഇത് രണ്ടൊന്ന് കൂട്ടി വെക്കുക. അപ്പോൾ 12, 8, 20. ചോദിച്ചിരിക്കുന്നത് 16. അപ്പോൾ 20ൻ്റെ പകുതിയോ അതൊന്നും അല്ല. അപ്പോൾ അതല്ല. ഇനി അടുത്തത് നോക്കി നോക്കിയേ, 16, 8 എത്രയാ? 24. 24ൻ്റെ പകുതി 12. അപ്പോൾ എന്താ തന്നിരിക്കണത്? എന്താണ്? മധ്യപദം തന്നിട്ടുണ്ട്. ഈ അറ്റത്തെ രണ്ട് പദങ്ങളിൽ ഒരു പദം തന്നിട്ടുണ്ട്, മറ്റേ പദമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിക്കേണ്ട രീതി മനസ്സിലായില്ലേ? എല്ലാം ഒന്ന് കൂട്ടി നോക്കുക. എപ്പോഴും സ്ഥാനങ്ങൾ തമ്മിലുള്ളതും പദങ്ങൾ തമ്മിലുള്ളതൊക്കെയാണ് നമ്മുടെ സമാന്തര ശ്രേണിയിലെ പ്രധാന കാര്യം. അപ്പോൾ ഈ സ്ഥാനങ്ങൾ തമ്മിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ പകുതി ഏതെങ്കിലും തന്നിരിക്കണം വേറെ പദത്തിൻ്റെ സ്ഥാനത്തിനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല? അപ്പോൾ എന്താണ്? x8ഉം x16ഉം ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പകുതി എടുത്താൽ, കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് x12 കിട്ടും. ഇവിടെ x8 എത്രയാ? 25 പ്ലസ് x16 നമുക്കറിയില്ല, ബൈ 2 എത്രയാണ്? x12 അറിയാം, എത്രയാ? 30. അങ്ങനെയാണെങ്കിൽ ഇനി ഈ രണ്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? ഈ രണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 60 ആവും. ആണല്ലോ? 30 × 2 60. ഇനി നമുക്ക് വേണ്ടത് ഏതാ? x16. അപ്പോൾ ഈ x16നെ മാത്രം ഇവിടെ നിർത്തി ഈ 25നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതെന്ത് 25 ആവും? -25. അപ്പോൾ എത്രയാണ് കിട്ടുക? 60 - 25 എത്രയാണ്? 35. ആൻസർ എത്രയാണ്? 35. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ? അടുത്തതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 5 - 3n ആണ്. ഈ ശ്രേണിയെക്കുറിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഈ ശ്രേണിയിലെ പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. ഈ ശ്രേണിയിലെ 10ാം പദത്തോട് 5 കൂട്ടിയാൽ 11ാം പദം കിട്ടും. ഈ ശ്രേണിയിലെ പദങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 2 ആണ്. ഇതിലേതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ബീജഗണിത രൂപം xn, nth ടേം എന്താ? 5 - 3n, 5 - 3n ആണ്. ഇനി ആദ്യത്തെ പ്രസ്താവന, ഈ ശ്രേണിയിലെ പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നാണ് പറയണത്. ആണോ? കാണുമ്പോൾ തന്നെ അറിയാം അല്ല. കാരണം ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 - 3 × 1. എന്താ? ആദ്യത്തെ പദം നമുക്ക് എന്ത് കിട്ടും? 5 - 3 എത്രയാ? 2 കിട്ടും. എണ്ണൽ സംഖ്യയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ പദം നോക്കി നോക്കിയേ. 5 - 3 × n-ന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 - 6. 5-ന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 6-ന്ന് 5 കുറച്ച് 6ൻ്റെ ചിഹ്നം. അപ്പോൾ എന്തായി? നെഗറ്റീവ്. -1 എണ്ണൽ സംഖ്യയാണോ? അല്ല. അപ്പോൾ -1 എണ്ണൽ സംഖ്യ അല്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടാൻ പോണത്. അതുകൊണ്ട് എല്ലാം എണ്ണൽ സംഖ്യകളല്ല. പിന്നെ ലാസ്റ്റത്തെ ഒരു ഇതുണ്ടായിരുന്നു, പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ ശ്രേണിയിലെ പദങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. കറക്റ്റാണ്. ആ പ്രസ്താവന ശരിയാണെന്ന് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആദ്യ പദം മാത്രമാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പദം കിട്ടണേ. ബാക്കി എല്ലാ പദങ്ങളും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. കാരണം 5 - അടുത്തത് എന്തായിരിക്കും? 3 × 3. അടുത്തത് 5 - 3 × 4. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ എന്താവും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാ? 2. അപ്പോൾ ലാസ്റ്റത്തെ പ്രസ്താവന കറക്റ്റാണ്, ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി അടുത്തത് എന്താ? ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. 10, അതായത് 10-ന്ന് എത്ര കുറച്ചാൽ? 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 11 കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ -3 ആണ് ഇതിൻ്റെ പൊതുവ്യത്യാസം അല്ലേ? 10നോട് കൂടി -3 കൂട്ടിയാൽ 11 കിട്ടും എന്ന് പറഞ്ഞാൽ 10ൻ്റെ തൊട്ടടുത്ത പദം 11 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? -3 കൂട്ടുക അഥവാ 3 കുറയ്ക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം xn, nth ടേം എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 5 - 3n
എങ്ങനെയാണ് എക്സ് എന്ന് കിട്ടാൻ നമുക്ക് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ എന്നിൻ്റെ കൂടെ എന്തായിരിക്കും? പൊതുവ്യത്യാസമായിരിക്കും, ഡി ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡി എത്രയാണ്? -3 അല്ലേ? അപ്പോൾ ഒരു പദത്തിൽ നിന്ന് തൊട്ടടുത്ത പദം കിട്ടാനായിട്ട് ആ പദത്തിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? 3 കുറയ്ക്കണം. -3 ആയതുകൊണ്ട് എന്താ? 3 കുറയ്ക്കണം. അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയല്ലേ? ശരിയാണ്. അടുത്ത പ്രസ്താവനയോ? 10ാം പദത്തോട് 5 കൂട്ടിയാൽ 11ാം പദം കിട്ടും. അല്ല, കറക്റ്റ് അല്ലല്ലോ. കാരണം 5 - 3n ഇതിൽ കോമൺ ഡിഫറൻസ് എന്താ വരണത്? ഡി = -3 ആണ്. അപ്പോൾ 10ാം പദത്തോട് കൂടി 11ാം പദം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 10ാം പദത്തോട് കൂടി -3 ആണ് കൂട്ടേണ്ടത്. അതായത് 3 കുറയ്ക്കുക, അല്ലാതെ 5 കൂട്ടല്ല വേണ്ടത്. അപ്പോൾ ഏതൊക്കെ പ്രസ്താവനകളാണ് കറക്റ്റായത്? ഏതായിരുന്നു? ഇപ്പോൾ ഈ ശ്രേണിയിലെ 10ാം പദത്തിൽ നിന്ന് 3 കുറച്ചാൽ 11ാം പദം കിട്ടും. പിന്നെ ഈ ശ്രേണിയിലെ പദങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദത്തിൻ്റെയും 18ാം പദത്തിൻ്റെയും തുക 40 ആണ്. 7ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 10ാം പദം എത്രയാണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം. ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദം പിന്നെ 18ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 40 ആണ്. ക്വസ്റ്റ്യൻ എന്താ? 7ാം പദം എത്രയാണ്? പിന്നെ അടുത്തത് എന്താ? 7ാം പദമല്ല, 7ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക എത്രയാണ്? പിന്നത്തെ ക്വസ്റ്റ്യൻ 10ാം പദം എത്രയാണ്? ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും സ്ഥാനങ്ങൾ തമ്മിലൊക്കെ കൂട്ടി നോക്കുക. ഇവിടെ നോക്കിയേ, 2ാം സ്ഥാനത്തെ പദവും 18ാം സ്ഥാനത്തെ പദങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 40 കിട്ടി. അപ്പോൾ അതേ തുക തന്നെയായിരിക്കും. അതായത് 2ഉം 18 എത്രയാണ്? 20. അപ്പോൾ 7ഉം 13 എത്ര തന്നെയാണ്? 20 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും തുക എത്ര തന്നെയായിരിക്കും? 40 ആയിരിക്കും. അതായത് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒരേ സംഖ്യ കിട്ടുകയാണെങ്കിൽ ആ പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴും ഒരേ സംഖ്യ തന്നെയായിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ 7 + 13 പകരം 20 കിട്ടണ വേറെ രീതിയിലിപ്പോൾ 3ഉം 17ഉം അപ്പോഴും എന്ത് തന്നെയായിരിക്കും കിട്ടുക? 40 അല്ലേ? 17 + 3 20. ഇനി അടുത്തത് എന്താ? 11ഉം 9ഉം എടുത്താലും എത്ര തന്നെയാണ് കിട്ടുക? 40. അപ്പോൾ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഒരേ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴും അതേ തുക തന്നെയാണ് കിട്ടുക. ഇനി ഇവിടെ 10ാം പദം ചോദിച്ചിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു സ്ഥാനങ്ങൾ കൂട്ടി നോക്കാൻ. സ്ഥാനം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 10ാം പദം. 20ൻ്റെ പകുതി ആണ് എന്ത്? 10ാമത്തെ പദം അല്ലേ? സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇവിടെ 20, അതിൻ്റെ പകുതിയാണ് 10. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? ഈ 10ാം പദം ഇവിടെ 10ാം പദമാണെങ്കിൽ ഈ 10ൽ നിന്ന് എത്ര സ്ഥാനം നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? 13ാം പദം കിട്ടും. ഇവിടെ നിന്ന് 3 സ്ഥാനം നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ 7ാം പദവും കിട്ടും അല്ലേ? അപ്പോൾ കറക്റ്റ് തുല്യ അകലത്തിലുള്ള 2 പദങ്ങളാണ് 7ഉം 13ഉം. അതുപോലെ തന്നെയാണ് ഏത്? 10ൽ നിന്ന് 8 സ്ഥാനം നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18ാം പദം കിട്ടും. 10ൽ നിന്ന് 8 സ്ഥാനം ഇങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ 2ാം പദവും കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? ഒരേ തുല്യ അകലത്തിലുള്ള പദങ്ങൾ തമ്മിലുള്ള തുക ഏത് പദത്തിൽ നിന്നാണോ അകലം നോക്കിയത് ആ പദത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഈ ഒരു പദം എത്രയായിരിക്കും? ഈ 2 പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും അല്ലേ? അപ്പോൾ 10ാം പദം എത്രയായിരിക്കും? എന്താ? x7 + x13/2 ആയിരിക്കും. എത്രയാ? 40/2 20. അപ്പോൾ 10ാം പദം എത്ര കിട്ടി? 20. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ എപ്പോഴും ഈ സ്ഥാനങ്ങൾ നോക്കുക. പിന്നെ ഇങ്ങനെ തുല്യ അകലം, ഇനി ഒറ്റ സംഖ്യ ആണെങ്കിൽ മധ്യപദം, ഇരട്ട സംഖ്യ ആണെങ്കിൽ ജോഡികൾ, ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ 4, 5, 6 എന്നീ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക 90 ആണ്. 5ാം പദം എത്രയാണ്? ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയാണ്? ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണെങ്കിൽ ആദ്യ പദം എന്താണ്? എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കണേ? 4ാം പദവും 5ാം പദവും 6ാം പദവും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും?
90 കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, 5-ാം പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5-ാം പദം, അതായത് സംഖ്യകളുടെ എണ്ണം എന്താണ് 3, അതായത് ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്താ, മധ്യപദം ഇൻറ്റു സംഖ്യകളുടെ എണ്ണമായിരിക്കും സംഖ്യകളുടെ തുക, പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മധ്യപദം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ എത്ര പദങ്ങളാണുള്ളത്? 3 പദങ്ങൾ. ഇതിലെ മധ്യപദം ഏതാ? 5. അപ്പോൾ 3 ഇൻറ്റു 5-ാം പദം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 3 പദങ്ങളുടെയും തുക കിട്ടും. എത്രയാ തുക? 90 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 5-ാം പദം കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ 90/3 എത്രയാ? 30. 5-ാം പദം എത്ര കിട്ടി? 30 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ 9 പദങ്ങളുടെ തുക. എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒക്കെ ആലോചിക്കുക. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അടുത്തതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അടുത്തത് പിന്നത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5-ാം പദം നമ്മൾ കണ്ടുപിടിച്ചു. ചോദിച്ചത് എത്രയാ? x1 + x2 + എത്രയാ എക്സെട്രാ + x9 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 9 പദങ്ങളുടെ തുക. 9 പദം, 9 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുമ്പോൾ എന്താ, പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? 9 പദങ്ങളുടെ എണ്ണം 9 ഇൻറ്റു മധ്യപദം ഏതാ? 9 പദങ്ങൾ ഉണ്ടെങ്കിൽ 9 പദങ്ങളിൽ മധ്യഭാഗത്ത് ഏത് പദമായിരിക്കും വരാ? ഓഡ് നമ്പർ ആണെങ്കിൽ മധ്യപദം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ പദത്തിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 10/2 എത്രയാ? 5. അപ്പോൾ നമ്മുടെ മധ്യഭാഗത്ത് ഇരിക്കുന്ന പദം ഏതാണ്? 5th ടേമാണ്, അതായത് 5-ാം പദം. 5-ാം പദമാണ് അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ 5-ാം പദം നമുക്കറിയാം. പദങ്ങളുടെ എണ്ണം എത്രയാ? 9 എണ്ണം ഉണ്ട്. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദമായ 5-ാം പദം നമ്മൾ കണ്ടുപിടിച്ചു. 30 ചെയ്താൽ 9 പദങ്ങളുടെയും തുക കിട്ടും. 9 ഇൻറ്റു 30 എത്രയാ? 270. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണെങ്കിൽ ആദ്യ പദം എന്താണെന്ന്. 5 ആണെങ്കിൽ ആദ്യ പദം എന്താ? ഇവിടെ നമുക്ക് 5-ാം പദം അറിയാലോ. അപ്പോൾ ആദ്യ പദം 5-ാം പദത്തിൽ നിന്ന് ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5-ാം പദത്തിൽ നിന്ന് എത്ര കുറയ്ക്കണം? 4 ഇൻറ്റു പൊതുവ്യത്യാസം. 5-ന്ന് 5-ാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യ പദം കിട്ടും. 5-ാം പദം എത്രയാണ്? 30 -4 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 5 ആണെങ്കിൽ ആദ്യ പദം എത്ര എന്നാണ്. അപ്പോൾ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. എത്രയാണ്? അപ്പോൾ 30 - 20 = 10. ആദ്യ പദം എത്ര കിട്ടി? 10 കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം തന്നത് 3 പദങ്ങളുടെ തുക. അതിലെ മധ്യപദം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. മധ്യപദം എന്ന് പറഞ്ഞാൽ 3 എണ്ണം വരുമ്പോൾ എന്താണ്? 3 ഇൻറ്റു മധ്യപദം ആണ് പദങ്ങളുടെ തുകയായിട്ട് വരാം. അത് വെച്ചിട്ട് ആ ഒരു മധ്യപദം കണ്ടുപിടിച്ചു. അടുത്തതിൽ 9 പദങ്ങളുടെ തുക. അതിലും മധ്യപദം ഏത് തന്നെയാണ്? ഇതാണ്. അപ്പോൾ 9 ഇൻറ്റു അതാണ് പദങ്ങളുടെ തുക. കിട്ടിയില്ല. ഇനി ആദ്യ പദം, അതും 5-ാമത്തെ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 3 മിച്ചം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണ്. എന്തുകൊണ്ട്? 3, 1, 4 മാർക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണക്കാക്കാം. എങ്ങനെയാണ് നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 3 ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം വരുന്ന സംഖ്യകൾ എങ്ങനെയാണ് എഴുതുക? എന്ത് ചെയ്താൽ മതി? 4ൻ്റെ ഗുണിതത്തോട് കൂടിയിട്ട് 1 കൂട്ടാം. അതേപോലെ 4ൻ്റെ ഗുണിതത്തോട് കൂടി 3 കൂട്ടിയാലും മതി. അപ്പോൾ നമുക്ക് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം വരും? മിച്ചം വരും. 1 അല്ലെങ്കിൽ 3 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആദ്യം നമുക്ക് 4 × 0, അതിൻ്റെ കൂടെ എന്ത് കൂട്ടാം? 1 കൂട്ടാം. അടുത്ത സംഖ്യ 4 × 0, അതിൻ്റെ കൂടെ 3 കൂട്ടാം. അടുത്തത് എന്താ? 4 × 1 അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾ ഫസ്റ്റത്തെ ഏതാ? 4 × 1 4 പ്ലസ് എന്ത് ചെയ്യുക? 1 കൂട്ടാം. അടുത്തത് 4 × 1, അതിൻ്റെ കൂടെ എത്ര കൂട്ടാം? 3 കൂട്ടാം. അടുത്തത് ഏതാ? 4ൻ്റെ ഗുണിതം. 1 4 4 24 8. അപ്പോൾ 8 + 1 കൂട്ടാം, 8 + 3 കൂട്ടാം. അടുത്തത് ഏതാ? 4 × 3 12. 12 + 1 കൂട്ടാം, 12 + 3 കൂട്ടാം.
അടുത്ത എന്തായിരിക്കും? 4 × 4 16 + 1 16 + 3 ഇങ്ങനെ പോവും. അപ്പോൾ എത്രയ്ക്ക് സംഖ്യകൾ എത്രയാണ്? 4 × 0 + 1 എത്രയാണ്? 1. 4 × 0 + 3 എത്രയാണ്? 3. 4 + 1 5. 4 + 3 7. 8 + 1 9. 11 13 15 അങ്ങനെ പോവും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണിത്? ഇതൊരു സമാന്തര ശ്രേണിയാണ് ആണല്ലോ. കാരണം ഇതിലെ എല്ലാ പദങ്ങളും അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ ഒരേ വ്യത്യാസമാണ്, പൊതുവ്യത്യാസം ഉണ്ട് ഇതിൽ അല്ലേ. 3 - 1 എത്രയാ? 2. 5 - 3 എത്രയാ? 2 കൂട്ടുമ്പോഴാണ് ഇവിടെ. 7 - 5 എന്തേ? ഇവിടെ 2 കൂട്ടിയിട്ട്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിലെല്ലാം എന്താണ്? ഇതിലെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതൊരു ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണിയാണ് അല്ലേ. എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട് ഇതിൽ. 1 3 5 7 9 11 13 15 എല്ലാ ഓഡ് നമ്പേഴ്സുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസാണ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇത്ര എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. n-ാം പദം 5n + 1 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് n-ാം പദം 5n + 4 ആയ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? തന്നിരിക്കുന്നത് എന്താ? nth ടേം അല്ലേ, n-ാം പദം അല്ലെങ്കിൽ എന്താണ്? പദത്തിൻ്റെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 5n + 1 ആണ് ആ ശ്രേണിയിലെ പദത്തിൻ്റെ ബീജഗണിത രൂപം, അല്ലെങ്കിൽ n-ാം പദം അല്ലെങ്കിൽ nth ടേം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ nth ടേം തന്നിട്ടുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് 20 പദങ്ങളുടെ തുക, അതായത് S20 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സം ഓഫ് 20 ടേംസ്. അപ്പോൾ അതിന് സം ഓഫ് n ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n ടേംസ് കണ്ടുപിടിക്കാൻ n/2 × x1 + xn. ഇവിടെ നമുക്ക് n-ന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 20 അല്ലേ. 20 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയാണ്? 20/2 × x1 + x20. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1-ാം പദവും 20-ാം പദവും ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. xn തന്നിട്ടുണ്ടല്ലോ, അതിൽ n-ന് 1 കൊടുക്കുക, അപ്പോൾ 1-ാം പദം കിട്ടും. n-ന് 20 കൊടുത്താൽ 20-ാം പദവും കിട്ടും. അപ്പോൾ x1 എത്രയാണ്? 5 × 1 + 1 അതായത് 6. ഇനി x20 എത്രയാണ്? 5 × 20 + 1 അതായത് എത്രയാണ്? 101. കിട്ടിയില്ല. അപ്പോൾ 6ഉം 101 ആണ് 1-ാം പദവും 20-ാം പദവും. നമുക്കിവിടെ അത് കൊടുക്കാം. 20/2 എത്രയാണ്? 10 അല്ലേ. അപ്പോൾ ഇവിടെ 10 × 1-ാം പദം എത്രയായിരുന്നു? 6. 20-ാം പദം എത്രയായിരുന്നു? 101. അതായത് 101ഉം 6ഉം എത്രയാണ്? 107. 107 × 10 എത്രയാ? 107 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0 ഇട്ട് കൊടുക്കുക, 1070. അപ്പോൾ 20 പദങ്ങളുടെ തുക എത്ര കിട്ടി? 1070 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി n-ാം പദം 5n + 1 പകരം 5n + 4 ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണ്? 5n + 1 പകരം 5n + 4. അതായത് ആദ്യ പദം എഴുതുമ്പോൾ എന്ത് കിട്ടും? 5 + 1 പകരം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 5n + 4 എന്ന് പറയുന്നത് എന്താ? 5n + 1 + 3 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കണേ? ആദ്യം തന്ന ശ്രേണിയിലെ പദം എത്ര ഉണ്ടായിരുന്നു? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടും? 3 കൂട്ടിയിട്ടാണ് ഈ ശ്രേണിയിലെ ഓരോ പദവും വരുന്നത്. അതായത് ആദ്യം തന്ന ശ്രേണിയിലെ പദത്തിൻ്റെ കൂടെ 3 കൂട്ടിയിട്ടുള്ള പദങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങളിലും എത്ര വീതം, ഓരോ പദത്തിലും എത്ര വീതം കൂടുതലുണ്ടാവും? 3 വീതം. 20 പദങ്ങളിലും എത്ര വീതം കൂടുതലാണ്? 3. എത്രയാ? 60. അപ്പോൾ തുക എത്ര കൂടും? ഈ 5n + 1 എന്ന ഈ സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുകയേക്കാൾ 60 കൂടി കൂടുതലായിരിക്കും ഈ ഒരു ശ്രേണിയിലെ പദങ്ങളുടെ തുക. മനസ്സിലായ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ തുക 5. ആദ്യത്തെ ശ്രേണിയിലെ പദ ബീജഗണിതം എന്താണ്? 5n + 1 ആണ്. പിന്നത്തെ ശ്രേണിയിലെ പദങ്ങളുടെ ബീജഗണിതം എന്താ? 5n + 1 + 3 അല്ലേ. അപ്പോൾ ഓരോ പദവും എത്ര വീതം കൂടുതലാണ്? 3 വീതം കൂടുതലാണ്. അപ്പോൾ മൊത്തം പദങ്ങളുടെ തുക എടുക്കുമ്പോൾ മൊത്തം 20 പദങ്ങളാണെങ്കിൽ
ഓരോ പദത്തിൽ 3 വീതം കൂടുതലാണെങ്കിൽ 20 × 3 മൊത്തത്തിൽ 60 കൂടുതലായിരിക്കും ആദ്യത്തെ ശ്രേണിയിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. ഈ ശ്രേണിയിൽ ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 ഉള്ള ശ്രേണി. അപ്പോൾ ഈ ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളാണെന്ന് തെളിയിക്കാൻ ഈ ശ്രേണിയിലെ പദത്തിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അതായത് ഈ ശ്രേണിയിലെ nth ടേം എന്നാം പദം കണ്ടുപിടിക്കുക. എന്നാം പദം എത്രയാ? dn + f - d. dn എന്ന് പറഞ്ഞാൽ എത്രയാ? d ഇവിടെ തന്നിട്ടുണ്ട് 2/3 n പ്ലസ് f ഒന്നാം പദം 1/3 മൈനസ് 2/3. അതായത് എന്താ? 2/3 n പ്ലസ് 1/3 മൈനസ് 2/3 എത്രയാ? 1 മൈനസ് 2/3. 1 മൈനസ് 2 എത്രയാ? -1/3 അല്ലേ? 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1 കുറച്ച് 2ൻ്റെ ചിഹ്നം. അപ്പോൾ എത്രയാ? -1. ഇനി ഒരു ഛേദം രണ്ടിലും എന്താ? ഒരേ ഛേദം തന്നെയാണ്. അതുകൊണ്ട് ആ ഛേദം എടുത്ത് എഴുതാം. -1. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 2n - 1/3 എഴുതിക്കൂടെ? ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും ഛേദത്തിൽ 3 ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്തു. ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 × 2n - 1. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ എന്നാം പദം. 2n - 1 എന്ന് പറയണത് എല്ലാം എന്ത് നമ്പേഴ്സാണ്? എല്ലാം ഒറ്റ സംഖ്യകളാണ് അല്ലേ? എല്ലാം എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പം എന്നിന് ഏത് ഇത് വേണമെങ്കിലും എടുത്തോ. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര കിട്ടും? 2 × 1 - 1 എത്രയായി? 1. ഇനി എന്നിന് 2 കൊടുത്തു. എന്നിന് 2 കൊടുത്തത് എന്താവും? 2 × 2 - 1 4 - 1 എത്രയാ? 3. അടുത്തത് എന്നിന് 3 കൊടുത്താൽ 2 × 3 - 1 അതായത് 2 × 3 6 -1 എത്രയാ? 5. എന്നിന് 4 കൊടുത്ത് എന്ത് കിട്ടും? 2 × 4 8 - 1 7. അപ്പോൾ എല്ലാം എന്നിന് 1 കൊടുത്ത എത്രയായിരുന്നു? 2 × 1 - 1 എത്രയാ? 1. നമുക്ക് എന്ത് കിട്ടി? 2n - 1 എപ്പോഴും ഓൾവേസ് ആൻ ഓഡ് നമ്പറാണ്. ഇനി ഒരു ഓഡ് നമ്പറിനെ വേറൊരു ഓഡ് നമ്പർ ഡിവൈഡ് ചെയ്താൽ, അതായത് ഇവിടെ എത്രയാണ്? 3 അല്ലേ? nth ടേം നമുക്ക് കിട്ടിയത് എന്താ? 2n - 1/3. അതിൽ 2n - 1 എപ്പോഴും എങ്ങനത്തെ നമ്പറായിരിക്കും? ഓഡ് നമ്പറായിരിക്കും. ഇനി 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു ഒറ്റ സംഖ്യേനെ വേറൊരു ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എപ്പോഴും എന്ത് തന്നെയാണ് കിട്ടുക? ഒറ്റ സംഖ്യ തന്നെയാണ് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ഒരു ഒറ്റ സംഖ്യയായ 2n - 1നെ ഒരു അടുത്ത ഒറ്റ സംഖ്യയായ 3 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും ഉത്തരം എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അതിൽ ഇരട്ട സംഖ്യ വരില്ല. അപ്പോൾ ഈ xn എന്ന് പറയുന്നത് 2n - 1/3 എന്തായിരുന്നു? ഓൾവേസ് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇതിൽ എന്താണ്? നോ ഈവൻ നമ്പേഴ്സ്. കിട്ടിയോ? ഇനി ഇതിൽ എല്ലാ ഓഡ് നമ്പറും ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? എല്ലാ ഓഡ് നമ്പറും ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഇവിടെ ആദ്യ പദം 1/3 ആണ്. ഇനി ഇവിടെ നമുക്ക് എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? രണ്ടാം പദം എത്ര കിട്ടും? 2 × 2 - 1/3 അല്ലേ? അതായത് ഇതിനെങ്ങനെ എഴുതാം? 2n - 1/3. അപ്പം എന്നിന് 2 കൊടുത്തു. 4 - 1 എത്രയാ? 3/3 എത്രയാ? 1. അപ്പോൾ ഒറ്റ സംഖ്യ കിട്ടിയില്ലോ. എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ടെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യയായ 1 കിട്ടി. ഇനി രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 3. 3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ എത്രയാണ് കിടക്കുന്നത്? 3. അപ്പോൾ മുകളിൽ എത്ര വന്നാലാണ് നമുക്കിവിടെ മുകളിൽ 3 വരുള്ളൂ? 3നെ ഏത് നമ്പർ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഉത്തരം 3 കിട്ടുക? 9 അല്ലേ? 9നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ഇവിടെ 9 കിട്ടാൻ വേണ്ടിയിട്ട് എന്നിന് എത്ര കൊടുക്കണം? 5ാം പദം കൊടുക്കുക. എന്നിന് 5 എടുത്തിട്ടുണ്ടെങ്കിൽ 5ാം പദം നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 × 5 10 -1/3 എത്രയാ? 10 - 1 എത്രയാ? 9/3 എത്ര കിട്ടി? 3. അടുത്ത ഒറ്റ സംഖ്യ കിട്ടിയോ? അപ്പോൾ 1 കിട്ടി, 3 കിട്ടി. ഇനി അടുത്ത ഒറ്റ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8ാം പദം എടുത്താൽ മതി. 8ാം പദം എത്രയാ? 2 ×
8 മൈനസ് 1 ബൈ 3. 8 ഇൻറ്റു 2 എത്രയാണ്? 16. മൈനസ് 1 എത്രയാണ്? 15 ബൈ 3. 15നെ 3 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടും? 5. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ എല്ലാ ഒറ്റസംഖ്യയും ഉണ്ട് അല്ലേ? രണ്ടാം പദം ഒറ്റസംഖ്യയാണ്, അതായത് 1. അടുത്ത ഒറ്റസംഖ്യയായ 3 അഞ്ചാം പദമായിട്ട് വരും. അടുത്ത ഒറ്റസംഖ്യ 8 5 അടുത്ത ഒറ്റസംഖ്യ 8ആം പദമായിട്ട് വരും. അടുത്ത ഒറ്റസംഖ്യ 11ആം പദമായിട്ട് വരും. അപ്പോൾ ഈ ശ്രേണിയിൽ എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട്. ഇതിൽ ഇരട്ടസംഖ്യ വരെയില്ല. കാരണം ഇതിൻ്റെ nth ടേം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലെ മുകളിലും താഴെ എന്തുതന്നെയാണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അതുകൊണ്ട് ഒറ്റസംഖ്യ വരൂ, ഇരട്ടസംഖ്യ വരില്ല. ഇനി നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച സമാന്തര ശ്രേണിയിൽ ഈ സമാന്തര ശ്രേണി ബീജഗണിത രൂപം അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3 മൈനസ് 5n ആണ്. പൊതുവ്യത്യാസം എത്ര? എന്താ ക്വസ്റ്റ്യൻ? ബീജഗണിത രൂപം നമുക്ക് തന്നിട്ടുണ്ട് 3 മൈനസ് 5n. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? എന്നിൻ്റെ കൂടെയുള്ള ഇതായിരിക്കും എന്ത്? പൊതുവ്യത്യാസം. xnനെ എങ്ങനെ എഴുതാം? dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഈ ഒരു ടേം എന്തായിരിക്കും? എഫ് മൈനസ് ഡി ആയിരിക്കും. ഇതായിരിക്കും dn. അപ്പോൾ ഇവിടുത്തെ ഡി എത്രയാണ്? -5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ 8ആം പദം 23ഉം 11ആം പദം 27ഉമാണ്. ശ്രേണിയുടെ 5ആം പദം എത്ര? ശ്രേണിയുടെ 17ആം പദം എത്ര? ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുക. എന്താ തന്നത്? 8ആം പദവും 11ആം പദവും തന്നിട്ടുണ്ട്. 5ആം പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതേ സെയിം കണക്കാണ് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തത്. എന്താണ്? 8ആം പദം 11ആം പദം പിന്നെ 5ആം പദം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈ 8ആം പദത്തിൽ നിന്ന് 3 സ്ഥാനം നീങ്ങിയാൽ ആരുണ്ട്? 11ആം പദം ഉണ്ട്. 8ആം പദത്തിൽ നിന്ന് 3 സ്ഥാനം ഇങ്ങോട്ട് നീങ്ങിയാൽ 5ആം പദം ഉണ്ട്. 11 പ്ലസ് 5 എത്രയാണ്? 16. 16/2 ആണ് എന്ത്? 8 ആണല്ലോ. അപ്പോൾ 8ആം പദത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള 2 പദങ്ങളാണ് 11ആം പദവും 5ആം പദവും. അതിൻ്റെ അർത്ഥം എന്താ? 5ആം പദം പ്ലസ് 11ആം പദം ബൈ 2 ആണ് എന്ത് കിട്ടുക? 8ആം പദം ആണല്ലോ. അപ്പോൾ ഇതിൽ അറിയണതൊക്കെ എന്താ? എഴുതാം. 5ആം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5ആം പദം പ്ലസ് 11ആം പദം എത്രയാണ്? 27. ഇനി ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? ഇത് 8ആം പദം ഇൻറ്റു 2. 8ആം പദം എത്രയാണ്? 23. 23 ഇൻറ്റു 2 എത്രയാണ്? 46. 5ആം പദം എത്രയാണ്? 46 മൈനസ് 27 എത്രയാണ്? 19. അപ്പോൾ 5ആം പദം എത്ര കിട്ടി? 19 എന്ന് കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്തത് ശ്രേണിയുടെ 17ആം പദം എത്ര? 5ആം പദം എത്ര കിട്ടിയത്? 19. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണ്? 17ആം പദം. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ 17, ഇവിടെ 5. 17 5 എത്രയാണ്? 22. 22/2 എത്രയാണ്? 11. അപ്പോൾ ഇവിടുത്തെ പദം ഏതാ? 11. 11ആം പദത്തിൽ നിന്ന് 6 സ്ഥാനം ഇങ്ങോട്ട് നീങ്ങിയാൽ 17ആം പദം കിട്ടും. 6 സ്ഥാനം പുറകിലോട്ട് പോയാൽ 5ആം പദവും കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ x5, ഇവിടെ x11, ഇവിടെ ആരുണ്ട്? x17. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 സ്ഥാനം നീങ്ങി കഴിഞ്ഞാൽ 17 ആയി. ഇവിടെ നിന്നും 6 സ്ഥാനം നീങ്ങി എന്തായി? 5 ആയി. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? x5 പ്ലസ് x17/2 ആണ് എന്ത്? 11ആം പദം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 17ആം പദം കണ്ടുപിടിക്കാം അല്ലേ? 17ആം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x5 എത്രയാണ്? 19 പ്ലസ് x17 സമം x11. 11ആം പദം എത്രയാണ്? 27. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 27. ഇവിടെ x17. 27 ഇൻറ്റു 2 എത്രയാണ്? 54. 19 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -19 എത്ര കിട്ടി? 35. 17ആം പദം കിട്ടിയല്ലോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? സ്ഥാനങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് നോക്കുക. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. വേണ്ട, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 17 ഉണ്ട്. 17 5ഉം 22/2 11. അപ്പോൾ ഈ 11ആം സ്ഥാനത്ത് നിന്നുള്ള തുല്യ അകലത്തിലുള്ള 2 പദങ്ങൾ കിട്ടി. ഇനി അല്ലാണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. ഏതൊരു പദം കിട്ടിയാലും എന്താ ഏത് 2 പദങ്ങൾ കിട്ടി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പദം വെച്ചിട്ട് അടുത്ത പദം ഈ പൊതുവ്യത്യാസം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ?
രണ്ട് പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടും. ഇനി അതുപോലെ ചെയ്ത് കാണിച്ചു തരണോ? ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. ആ രീതിയിലും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 8-ാം പദം 23, 11-ാം പദം 27. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 5-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്തത് എന്താ? 5-ാം പദത്തിൽ നിന്ന് 8-ാം പദത്തിൽ നിന്ന് 3 ഇങ്ങോട്ടും പോയാലാണ് എന്ത് ഈ രണ്ട് പദങ്ങൾ എന്നുള്ളത് അങ്ങനെ വെച്ചിട്ട് കണ്ടുപിടിച്ചു. അതാണ് ശരിക്കും എളുപ്പം. ഇനി അങ്ങനെ ആലോചിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യാം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്ത് ചെയ്യാം? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഏതാ പദങ്ങൾ? 11-ാം പദം മൈനസ് 8-ാം പദം ചെയ്യുക. 11-ാം പദം 27 മൈനസ് 8-ാം പദം എത്രയാണ്? 23 ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 11 മൈനസ് 8. സ്ഥാനം ഏതാ? 11-ാം സ്ഥാനവും 8-ാം സ്ഥാനവും. 11 മൈനസ് 8. 27 മൈനസ് 3 എത്രയാ? 4 അല്ലേ? ബൈ 11 മൈനസ് 8 എത്രയാ? 3. അപ്പോൾ പൊതുവ്യത്യാസം 4/3 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5-ാം പദമാണ്. 5-ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് 8-ാം പദത്തിൽ നിന്ന് 5-ാം പദം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 11-ാം പദത്തിൽ നിന്ന് 5-ാം പദം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസവും ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ ആ ശ്രേണിയിലെ ഏത് പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 5-ാം പദം 8-ാം പദത്തിൽ നിന്ന് 5-ാം പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8 മൈനസ് 5 എത്രയാണ്? 3. അപ്പം -3D. എന്തുകൊണ്ടാണ് അവിടെ മൈനസ് വന്നേ? 8-ാം പദത്തിൽ നിന്ന് 5-ാം പദം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം കുറഞ്ഞ ഇതാണ് അല്ലേ? സ്ഥാനം കുറവുള്ള പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് മൈനസ് ചെയ്താൽ മതി. 8-ാം പദം എത്രയോടെ? 23 മൈനസ് 3 ഇൻറ്റു ഡി എത്രയാ? 4 മൈനസ് 3 എത്ര കിട്ടി? 23 മൈനസ് 4 19. ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 17-ാം പദവും കണ്ടുപിടിക്കാം അല്ലേ? ഇപ്പോൾ 11-ാം പദം തന്നിട്ടുണ്ട് 27. അപ്പോൾ 17-ാം പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 11-ാം പദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടുക? കാരണം 11-നേക്കാളും വലിയ സ്ഥാനത്തുള്ള പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 17 മൈനസ് 11 എത്രയാണ്? 6 ഡി ചെയ്യുക. 11-ാം പദം 27 പ്ലസ് 6 ഇൻറ്റു 4/3. ഡി എത്രയാണ്? 4/3. എത്രയാണ്? 27 പ്ലസ് 8 എത്ര കിട്ടും? 35. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ 24 പദങ്ങളുടെ തുക x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് x24. അപ്പോൾ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 24. ഏത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ജോഡി എടുക്കുക, അതേ ഇൻറ്റു ജോഡികളുടെ എണ്ണം, ആ ജോഡികളുടെ തുക ഇൻറ്റു മൊത്തം ജോഡികളുടെ എണ്ണം. അതായിരിക്കും ഈ പദങ്ങളുടെ തുക. എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. ഇപ്പോൾ ഇവിടെ 24 ആണെങ്കിൽ 24-ൽ എത്ര ജോഡി പദങ്ങളുണ്ട്? എത്ര പെയേഴ്സ് ഉണ്ട് 24-ൽ? 12 അല്ലേ? 12 ഇൻറ്റു 2 ആണ് 24. അപ്പോൾ 12 ജോഡി. അപ്പോൾ ജോഡികളുടെ എണ്ണം കിട്ടി 12 ഇൻറ്റു ഏതെങ്കിലും ഒരു ജോഡിയുടെ തുക. അതായത് ജോഡി എങ്ങനെ എടുക്കണം? 1, 2 ഇതൊരു ജോഡി, അങ്ങനെ എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കണം? ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1ഉം 24ഉം ഇതാണ് ഒരു ജോഡി. അതായത് 24 പ്ലസ് 1 എത്രയാ? 25. അപ്പോൾ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 25 കിട്ടുന്ന ജോഡി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കുറേ പദങ്ങൾ, ഇപ്പോൾ കണ്ടുപിടിച്ച കുറേ പദങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് നോക്കി നോക്കിയേ. ഏതൊക്കെ പദങ്ങളാണ്? 8-ാം പദം, പിന്നെ 11-ാം പദം ക്വസ്റ്റ്യനിൽ തന്നു, 5-ാം പദം കണ്ടുപിടിച്ചു, 17-ാം പദവും കണ്ടുപിടിച്ചു. ഇത്രയും പദങ്ങളുണ്ട്. ഇതിലെ ഏത് 2 പദങ്ങൾ കൂട്ടുമ്പോൾ 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. 25 കിട്ടുന്നുണ്ടോ? ഉണ്ട്. 8ഉം 17ഉം. 8-ാം പദവും 17-ാം പദവും എന്താണ്? ജോഡികളാണ്. ജോഡികളെ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ല? ആദ്യ പദം 1ഉം 24, അവസാന പദം 24-ാം പദമാണ്. അപ്പോൾ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 പ്ലസ് 24 അപ്പോൾ 25. അപ്പോൾ ജോഡികൾ എങ്ങനെയാണ് എടുക്കണ്ടേ? 2 ജോഡികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ എന്ത് വേണം? 25 തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ 8ഉം 17ഉം. അതായത് ഇവ രണ്ടും എന്താണ്? തുല്യ അകലത്തിലായിരിക്കും. ഇതിലെ മധ്യപദങ്ങളിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പദങ്ങളാണ് ഇത്. മനസ്സിലായല്ല? അപ്പോൾ ഇത് 8ഉം 17ഉം നമുക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തുക കണ്ടുപിടിക്കാം. 12 ഇൻറ്റു
8-ാം പദം എത്രയായിരുന്നു? 23. 17-ാം പദം എത്രയായിരുന്നു? 35. അപ്പോൾ എത്ര കിട്ടി? 23 + 35 5 3 8 3 2 5 58 × 12. 58 × 12 ചെയ്യാം. 2 16 2 11 8 5 6 9 6. എത്ര കിട്ടി? 696. ഇങ്ങനെയല്ലാതെ ഈ SN = n/2 ഇൻറ്റു എന്താ x1 + xn എന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടും ചെയ്യാം.